നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രം തയ്യാറാക്കാൻ SIT നീക്കം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് SIT വിലയിരുത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വിദ്യാർത്ഥികളുടെയും യുവതയുടെയും പോരാട്ടത്തിന്റെ വിജയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായ പോരാട്ടമാണ് നടന്നതെന്നും KC വേണുഗോപാൽ എത്തി. നെടുമ്പായിക്കുളം ജംഗ്ഷന് സമീപം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. എഴുകോൺ ഭാഗത്തു നിന്ന് വന്ന ബൈക്കാണ് അപകടം സൃഷ്ടിച്ചത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വേതന പെൻഷൻ പരിഷ്കരണം വേണമെന്ന് ആവശ്യം. BSNL ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും കൊല്ലത്ത് ധർണ നടത്തി. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രം തയ്യാറാക്കാനാണ് SIT നീക്കം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് SIT വിലയിരുത്തൽ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും വിവരമുണ്ട്. PS പ്രശാന്ത്, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ സ്വർണ്ണക്കൊള്ള വീണ്ടും നടന്നിട്ടുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം അജികുമാറിനെയും SIT സംഘം അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ഇരുവരും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ വേണ്ട ചികിത്സ നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തും അജികുമാറും ഗൂഢാലോചനകളിൽ പങ്കാളികളാണെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് SITയുടെ പരാമർശമുള്ളത്. 2019 കുറ്റകൃത്യം മറച്ചുവെക്കുന്ന തരത്തിൽ പുതിയ ബോർഡ് ഉത്തരവിറക്കിയെന്നും ശബരിമലയിലെ സ്വർണം അപഹരിക്കുന്നതിന് ഇരുവരും കൂട്ടുനിന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് കണ്ടാരിക്കും പണമുണ്ടാക്കാൻ അവസരമൊരുക്കി 2019 അപഹരണം മറയ്ക്കാനാണ് 2025 വീണ്ടും സ്വർണ്ണപ്പൂശൽ നടത്തിയതെന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിച്ചെന്നും SIT കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കൊല്ലത്ത് പ്രകടനം നടത്തി. DYFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. റെസ്റ്റ് ഹൗസിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ചിന്നക്കട ബസ് വേയിൽ സമാപിച്ചു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയത്. റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചിന്നക്കട ബസ്വേയിൽ സമാപിച്ചു. യോഗം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്ത ജെറോം ഉദ്ഘാടനം ചെയ്തു. ഒരു തരി സമരത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. ഇന്ന് RSSന് BJPക്ക് വിദ്യാർത്ഥി സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം അംഗീകരിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും വളരെ അഭിമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് എം ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ടി.ആർ. ശ്രീനാഥ് സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.പി. അഭിമന്യു, സെക്രട്ടേറിയറ്റ് അംഗം മനുദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശരത് ബി ചന്ദ്രൻ, രവിരാജ്, വിനു വി ജയൻ, എസ് സുമി, കാർത്തിക്, അച്ചു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വിദ്യാർത്ഥികളുടെയും യുവതയുടെയും പോരാട്ടത്തിന്റെ വിജയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഇത്. രാഷ്ട്രീയത്തിന് അതീതമായ പോരാട്ടമാണ് നടന്നത്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും യുവതയുടെയും ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് ഇന്ന് ഇന്ത്യ ദർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സമൂർത്ത രൂപമായിട്ട് ഏത് സമരങ്ങളെയും നേരിടാൻ എനിക്ക് ശക്തിയുണ്ട് എന്നുള്ള ധാർഷ്ട്യം കാണിച്ച പ്രധാനമന്ത്രി മുട്ടുമടക്കി പരാജയപ്പെടുന്ന ചിത്രം കൂടിയാണ്. കാരണം ഇത് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ചോര ചിന്തൽ ഒഴിവാക്കാമായിരുന്നു. ഇത് കഴിഞ്ഞ 3 മാസക്കാലം പ്രത്യേകിച്ചായിട്ട് ഇന്ത്യ രാജ്യത്ത് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ വിശ്വാസ്യതയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? രക്ഷകർത്താക്കൾ എന്തിനാണ് ഇവനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്ത്യയിൽ അലയടിച്ചത്. 20-ൽ പരം കുട്ടികൾ അവരുടെ സ്വന്തം ജീവൻ ഒടുക്കേണ്ട സാഹചര്യമുണ്ടായി. അത് നമ്പറിലല്ല, എണ്ണത്തിലല്ല, ഒരു മഹാരാജ്യത്തിൻ്റെ കുരുന്നുകളുടെ സ്വപ്നങ്ങളെയാണ് അത് തകർത്തത്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്ര വലിയ വിജയത്തിലേക്ക്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിലെ കുട്ടികളും യുവതയും നടത്തിയ ഈ പോരാട്ടത്തിൽ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം MP-മാരെയും കൊണ്ടുള്ള എല്ലാ ചട്ടവട്ടങ്ങളെയും സുരക്ഷാ ക്രമങ്ങളെയും എല്ലാം പാറ്റിൽ പരത്തി സ്വന്തം ജീവൻ എന്തു പറ്റിയാലും ഈ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തപ്പെടണം എന്ന ചിന്താഗതി കൊണ്ട് നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ്. കൊല്ലത്ത് SFI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ മധുരവും വിതരണം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്നാണ് SFI പ്രവർത്തകർ കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയത്. SN കോളേജിൽ നിന്നും ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ മധുരവും വിതരണം ചെയ്തു. SFI ജില്ലാ സെക്രട്ടറി S. വിഷ്ണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജിജോ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺ, ആദികേശ്, അഖിൽ എന്നിവർ പങ്കെടുത്തു. നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. പിന്നീട് ഈ ബാധിതരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കൃത്യമായിട്ട് അതിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. ഈ 2 ബാക്കിയുള്ള ആവശ്യങ്ങൾ കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ആ സമരം ഡൽഹിയുടെ തലസ്ഥാനത്ത് അത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ നേടിയെടുത്തു സഹകളെ. 1ാം ഘട്ട സമര വിജയം അത് SFI ഇന്ത്യയിലെ യുവജന വിദ്യാർത്ഥി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറ നെടുമ്പായിക്കുളം ജംഗ്ഷന് സമീപം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. എഴുകോൺ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് അതേ ദിശയിൽ വന്ന മറ്റൊരു ബൈക്കിൽ തട്ടി എതിരെ വന്ന ബൈക്കിൽ ഇടിച്ച ശേഷം പിന്നിൽ വന്ന കാറിലിടിച്ച് നിൽക്കുകയായിരുന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. കുണ്ടറ നെടുമ്പായിക്കുളം ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. 3 ബൈക്കുകളും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. എഴുകോൺ ഭാഗത്തു നിന്നും വന്ന ബൈക്ക് അതേ ദിശയിൽ വന്ന മറ്റൊരു ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി എതിരെ വന്ന ബൈക്കിൽ ഇടിച്ച ശേഷം പിന്നാലെ എത്തിയ കാറിലാണ് ഇടിച്ചു നിന്നത്. ഒരു ബൈക്കിലെത്തിയ 2 പേർ നെടുമ്പായിക്കുളത്തെ സ്വകാര്യ ഫർണിച്ചർ നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരാണ്. ഗുരുതരമായി പരിക്കേറ്റ 3 ബൈക്ക് യാത്രികരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദീപ്, അഭിജിത്ത് എന്നീ യുവാക്കളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. താമരക്കുളം സൈനിക കൂട്ടായ്മയാണ് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചത്.
താമരക്കുളം സൈനിക കൂട്ടായ്മയാണ് താമരക്കുളം പഞ്ചായത്ത് ജംഗ്ഷനിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും നടത്തി. MS അരുൺകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ഷീജാദേവി, വൈസ് പ്രസിഡന്റ് റിനി തോമസ് എന്നിവർ സന്ദേശം നൽകി. ഇടപെടൽ നടത്താൻ നമുക്കുറങ്ങാൻ അവർ ഉറങ്ങാതെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഉറങ്ങാതെ കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രതിസന്ധികൾ പ്രിയപ്പെട്ട ജവാന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തളരാതെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ടാണ് മാതൃനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവർ വ്യാപൃതരായിട്ടുള്ളതെന്ന് നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട സൈനികർ അവരുടെ ആത്മാവസ്ഥിതി ചെയ്യുന്ന അവരുടെ നാട് വ്യത്യസ്ത സ്ഥലങ്ങളാണ്. അവരെ ഈ ഒരു തണുത്ത പ്രദേശത്തേക്ക് അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ സേവനമനുഷ്ഠിക്കുന്നത്. നമ്മുടെ രാജ്യങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതരായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ, അവരുടെ ആത്മസമർപ്പണത്തിൻ്റെയും ഫലമായിട്ട് തന്നെയാണ്. ചത്തിയറ VHSS NCC ഗ്രൂപ്പ് NCC ഓഫീസർ ശിവപ്രകാശിന്റെ നേതൃത്വത്തിലാണ് സൈനികർക്ക് ആദരമർപ്പിച്ചത്. ഇന്ന് 27ാമത് കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുകയാണ് ഇന്ത്യ ഒട്ടിട്ട്. 1999 മെയ് 3-ാം തീയതി പാകിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യയുടെ മണ്ണിൽ നുഴഞ്ഞു കയറുകയും അവരെ ആ നാണയത്തിൻ്റെ സെയിം ഇതിൽ തിരിച്ചടി നൽകിക്കൊണ്ട് ജൂലൈ 26-ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹിൽ പോസ്റ്റായ ടൈഗർ ഹില്ലിൽ ഇന്ത്യൻ സൈന്യം നമ്മുടെ ദേശീയ പതാക നാട്ടുകയുണ്ടായി. ആ യുദ്ധത്തിൽ നമ്മൾക്ക് നിരവധി യോദ്ധാക്കളെ നഷ്ടപ്പെടുകയുണ്ടായി. അവരുടെയെല്ലാം ത്യാഗത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഫലമായിട്ട് നമ്മൾ ഇന്ന് കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുകയാണ്. സൈനിക കൂട്ടായ്മ മാർഗദർശി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. അനീഷ് അധ്യക്ഷത വഹിച്ചു. NCC കേഡറ്റുകൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മധുര വിതരണവും നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് ചടങ്ങ് അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. BSNL ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും ധർണ നടത്തി. വേതന പരിഷ്കരണം നടപ്പാക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ, BSNL എംപ്ലോയീസ് യൂണിയൻ, BSNL കാർഷ്യൽ കോൺട്രാക്ട് വർക്കേഴ്സ് ഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത വേദിയായ കോർഡിനേഷൻ കമ്മിറ്റി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. 2017 നടത്തേണ്ടിയിരുന്ന BSNL ജീവനക്കാരുടെ വേതന പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തുക, കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കൊല്ലം ജില്ലാ ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. മറ്റേത് ഇപ്പം അങ്ങനെ LIC കൊണ്ടുപോവുകയാണ്. LIC ഇതുപോലെ 5 കോടിയിൽ തുടങ്ങി കോടാനുകോടിയുടെ ലാഭത്തിൽ നിൽക്കുന്ന ഗ്രാമങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന LIC ആണ് BSNLന് ശേഷം അടുത്തത് ിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ജീവനക്കാരുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് അത് അങ്ങേയറ്റം സ്വീകാര്യത നേടിയ സ്ഥാപനങ്ങളെയാണ് ആദ്യം പൊളിച്ചടുക്കി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നത്. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായി നമ്മുടെ സ്ഥാപനം നിൽക്കുമ്പോൾ ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്, ഇപ്പം പറഞ്ഞു സുമാരനാസ് പറഞ്ഞു, ഞങ്ങൾ പെൻഷൻ സംഘടന വലുതാണ്. കാരണം BRS കൊടുത്ത് എല്ലാവരെയും പെൻഷൻകാരാക്കിയല്ലോ. പിന്നെ നിലവിലിരിക്കുന്നവർ കുറവാണ്, എല്ലാവരെയും പെൻഷൻകാരാക്കി. അപ്പോൾ പെൻഷൻകാർക്ക് ഇത് കളഞ്ഞിട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ പെൻഷൻ സംഘടന വലിയ സംഘടനയായി. നിലവിലുള്ള പെൻഷൻ സർവീസ് എംപ്ലോയീസ് യൂണിയൻ അവർ ചെറുതുമായി. കാരണം നമ്പർ കുറച്ച് ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഓഫീസുകൾ കൂടി വിൽക്കുകയാണ്. നമ്മുടെ പട്ടത്തെ അവിടെ വഞ്ചിയൂരിൽ ഓഫീസ് വിറ്റു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് നമ്മളെ എപ്പം BSNLനെ ഇവിടുന്ന് മൊത്തത്തിൽ കുടിയിറക്കുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ നമ്മൾ. AIBDPA കൊല്ലം ജില്ലാ പ്രസിഡന്റ് K. മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. സുകുമാരൻ നായർ സ്വാഗതം പറഞ്ഞു. N. ലതികാദേവി, MS. തുളസീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം താലൂക്ക് NSS കരയോഗ യൂണിയന് 35 കോടിയുടെ ബജറ്റ്. യൂണിയൻ ആസ്ഥാനത്ത് മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിക്കും. സമുദായ അംഗങ്ങളെ സഹായിക്കുന്നതിന് ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചു. 35,32,12,791 രൂപ വരവും 35,32,06,060 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൊല്ലം NSS യൂണിയൻ അവതരിപ്പിച്ചത്. സെക്രട്ടറി KG ജീവകുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത്.
നമ്മുടെ സ്ഥലത്തിന് ഒരു അതിരുണ്ടാക്കി, നമുക്ക് സ്ഥിരമായ ഉണ്ടാക്കി. അവിടെ വേറെ ഗ്രാമപഞ്ചായത്തിൽ വന്നിരുന്ന രജിസ്റ്റേഡ് നോട്ടീസ് 7 ദിവസത്തിനകം അവിടെ കിടക്കുന്ന മുല്ലുവേലി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പേര് പ്രോസിക്യൂഷൻ നടപടി എടുക്കും എന്ന് പറഞ്ഞ നോട്ടീസ് തന്നാൽ വേറെ പഞ്ചായത്തിന്റെ നോട്ടീസിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കോളേജും ക്ഷേത്രവും പരിപാവനമായ ക്ഷേത്രവും പൂർണ്ണമായും അതിന് കിട്ടി തിരിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സദസ്സിനെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ നമ്മൾ പേര് ചെല്ലുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പരിപാടി നടത്താൻ അതിമനോഹരമായ ഒരു സ്റ്റേജ്. മേഖലാ യോഗങ്ങൾ, ചട്ടമ്പിസ്വാമി ജയന്തി സന്ദേശയാത്ര, ഏകദിന ശില്പശാല, മന്നം കലാമേള, ആധ്യാത്മിക സംഗമം, ചികിത്സാ ധനസഹായം എന്നിവയ്ക്കായി ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യൂണിയൻ ബൈലോ ഭേദഗതിയും യോഗം ഐകകണ്ഠേന അംഗീകരിച്ചു. യോഗത്തിൽ യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ യൂണിയൻ ആസ്ഥാനത്ത് ക്ഷേത്ര മാതൃകയിൽ സ്ഥാപിക്കുമെന്ന് ആദിനാട് ഗിരീഷ് പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രമേയം യൂണിയൻ ചെയർമാൻ അവതരിപ്പിച്ചു. പ്രമേയം ഐകകണ്ഠേന അംഗീകരിച്ചു. കല്ലട വിജയൻ, CK ചന്ദ്രബാബു, PR ശശിധരൻ നായർ, TC മോഹനൻ, R ഓമനക്കുട്ടൻപിള്ള, മണക്കാട് സുരേഷ്, സുരേഷ് കുമാർ, തച്ചേതത്ത് വേണുഗോപാൽ, അഡ്വക്കേറ്റ് വേണു ജെ പിള്ള, KG ജീവകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. AIYF ചവറ മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് AIYF ചവറ മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തിയത്. പട്ടത്താനം സൊസൈറ്റി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം കൊട്ടുകാട് ജംഗ്ഷനിൽ സമാപിച്ചു. AIYF ചവറ മണ്ഡലം സെക്രട്ടറി വിഷ്ണു വേണുഗോപാൽ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആദർശ് മഠത്തിൽ, വൈസ് പ്രസിഡന്റ് അപർണ രാജഗോപാൽ, രതീഷ് ചോല, ശ്രീകുമാർ ബിനു, അനിൽ നൂടി, നാസില, ഷഫീഖ്, സിദ്ദേശ് നീണ്ടകര, ഗോകുൽ, ഷഫീഖ് കൊച്ചമ്മൂട്ടിൽ, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രം തയ്യാറാക്കാൻ SIT നീക്കം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് SIT വിലയിരുത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വിദ്യാർത്ഥികളുടെയും യുവതയുടെയും പോരാട്ടത്തിന്റെ വിജയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായ പോരാട്ടമാണ് നടന്നതെന്നും KC വേണുഗോപാൽ എം പി. കുണ്ടറ നെടുമ്പായിക്കുളം ജംഗ്ഷന് സമീപം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. എഴുകോൺ ഭാഗത്തു നിന്ന് വന്ന ബൈക്കാണ് അപകടം സൃഷ്ടിച്ചത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പെൻഷൻ പരിഷ്കരണം വേണമെന്ന് ആവശ്യം. BSNL ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും കൊല്ലത്ത് ധർണ നടത്തി. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.